എൻ്റെ പേര് പോൾ പള്ളിക്കൽ. ഇതെൻ്റെ ഭാര്യ സിജിമോൾ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞത്, ഈ പുണ്യഭൂമിയിൽ ഒരിക്കൽ കൂടെ കാല് ചവിട്ടാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനും കഴിയുന്നത് ഒരനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഒരുപാട് നന്ദി. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴാണ്. ഇവിടെ 2019 എൻ്റെ ഫാദർ മരിച്ചപ്പം ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നു. അന്നെനിക്ക് ടെമ്പററി ആയിട്ടൊരു ജോലി കിട്ടിയത്. ഒരുപാട് കാലത്തെ ശേഷമാണ് ആ ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ കൃപാസനം വരെ ഒന്ന് പോകണം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന് തിരിച്ചു പോകാം എന്ന് കരുതിയാണ് ഇവിടെ വന്നതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമെന്ന് പറയട്ടെ, എനിക്ക് തന്നെ തോന്നി ഒരു ഉടമ്പടി എടുക്കാമെന്ന്. ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു ഉടമ്പടി എടുത്തു, തിരികെ പോയി. അന്ന് ആ ജോലി എനിക്ക് കിട്ടി. ആ ജോലി കിട്ടി എന്ന് മാത്രമല്ല, അന്ന് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ജോലിയായിരുന്നു. ആ ജോലിയാണ് ഞാൻ ഇന്നും തുടരുന്നത്. അമ്മയുടെ മാധ്യസ്ഥത്താൽ, തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ ജോലിയിൽ പ്രൊമോഷനും കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിലൂടെ. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. 2023 ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനുശേഷവും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും വലുത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർക്കറിയാം, ഈശ്വരവിശ്വാസം ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. പള്ളിയിൽ പോകൽ വളരെ കുറവായിരുന്നു. പ്രാർത്ഥിക്കുന്നതോ ബൈബിൾ വായിക്കുന്ന ഒരു അലർജി ആയിട്ട് കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത്, വീട്ടിൽ സന്ധ്യപ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തോടെ ഇരുന്ന് ചെല്ലാനുള്ള ഒരു കൃപ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും, അത് കൂടുതൽ വായിക്കാനും ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചതും ഈ ഉടമ്പടി എടുത്തതാണ്. അതിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്ന് കിട്ടിയതാണ്. മറ്റുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാണ്, ഞങ്ങൾ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ 2 കുട്ടികളുണ്ട്, അവരിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മലയാളം കുർബാന കാണണമെന്നും അവരെ ആ കുർബാനയിൽ പങ്കെടുപ്പിക്കണം, അവിടുത്തെ കാറ്റഗിസം, അവിടുത്തെ മലയാളി കുട്ടികളായിട്ട് ഒന്ന് ഇടപഴകാനുള്ളൊരു അവസരം കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട് അവിടേക്ക് പോകാൻ. പക്ഷെ അതുമാത്രമല്ല, വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ജോലി വീക്കെൻഡിലാണ്, സാറ്റർഡേ സൺഡേയാണ്. അപ്പോൾ ഒരിക്കലും ഈ കൊച്ചുങ്ങളെ കൊണ്ട് എനിക്ക് തന്നെ അത്രയും ദൂരം പോയി വരാനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയാണ് അത് ഏറ്റവും കൂടുതൽ അതിനെ ഊർജ്ജസ്വലമായിട്ട്, അവൾ എടുത്തില്ലെങ്കിലും അതിനെ പാലിക്കാൻ ശ്രദ്ധ ചെലുത്തിയതും എനിക്കൊരു എന്താ പറയുക, ഒരു എൻകറേജ്മെൻറ്റ് എപ്പോഴും കിട്ടിയത് അവളിൽ നിന്നാണ്. അപ്പോൾ ഈ അച്ഛൻ 2025 ജൂൺ മാസം 11 ഫിലഡൽഫിയയിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് 18 മണിക്കൂർ ഡ്രൈവുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ന് അച്ഛനെ ഒന്ന് കണ്ടേക്കാം, അച്ഛനെ കാണണം എന്നൊരു അദമ്യമായ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അതിൽ വെച്ച ആ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ്, ഞങ്ങൾക്കൊരു കുർബാന കാണണം മലയാളം, ഞങ്ങളുടെ കൊച്ചുങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ അതിനൊരു വഴി തുറന്നു തരണമെന്നായിരുന്നു. പ്രത്യേകിച്ച് അവൾക്കൊരു ജോലി മാറ്റം ആവശ്യമായിരുന്നു. അവളിപ്പോൾ നിലവിൽ വർഷങ്ങളായിട്ട് അവളുടെ ഒരു ആഗ്രഹമാണ് വേറൊരു ജോലിയിലേക്ക് കയറണമെന്നുള്ളത്. അപ്പോൾ അവളത് ആ ഉടമ്പടിയിൽ വെച്ചു. ദൈവകൃപയാലെ ആ ഉടമ്പടി വെച്ച് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് വന്ന ഉടനെ തന്നെ അവൾക്ക് ആ ജോലി മാറ്റം കിട്ടുകയും ഞങ്ങൾക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് അത്രയും ദൂരം ഉണ്ടെങ്കിലും പോയി അവരെ കാറ്റഗിസത്തിനും ആ മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിന് ചേർക്കാനും പറ്റി. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞങ്ങൾ പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും കിട്ടാതിരുന്ന മറ്റൊരു കാര്യമാണ്, ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ മാസത്തിലൊരിക്കൽ വരാനും ഒരു അനുഗ്രഹം കിട്ടി. അത് പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലൂടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ കുട്ടികളെ കൊണ്ട് അവിടെ പോയി മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിൽ പങ്കെടുപ്പിക്കാനും കഴിയുന്നുണ്ട്. ആ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ കൂടുതലായിട്ട് പറയും, ഞാൻ അവൾക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു.
ആദ്യം ഞാൻ USA 20 വർഷമായിട്ട് റീഹാബിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് സൺഡേകളിൽ അവധിയെടുത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോകണം. കാരണം നമുക്ക് കിട്ടിയ വിശ്വാസം പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളൊരു മാതാപിതാക്കളുടെ ഒരു കടമയാണ്. കർത്താവേ, എനിക്കത് പറ്റുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. പക്ഷേ അങ്ങനെ വിശ്വാസത്തോടെ ഞങ്ങൾ കഴിഞ്ഞ 2025 ജൂണിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കും സൺഡേകളിലാകെ ഇല്ലാത്ത ഡയാലിസിസ് മാത്രമാണ്. അപ്പോൾ അവിടേക്ക് എനിക്കൊന്ന് മാറാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ നമുക്കൊക്കെ അവിടെ റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജോലി മാറ്റം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ അമ്മയുടെ മുന്നിൽ ഞാൻ ഈ അപേക്ഷ വെച്ചേക്കുന്ന അമ്മ തന്നെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. ഞാൻ ജൂണിൽ റെസ്യൂമിയൊക്കെ റെഡിയാക്കി ജൂലൈയിൽ ഞാൻ ഇടുന്നു. ജൂലൈയിൽ അവസാനം ഞാൻ രാവിലെ റെസ്യൂമി സബ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം എനിക്കൊരു ഇമെയിൽ വരുന്നു, പ്രിലിമിനറി ആൻസർ ചെയ്യണം പറഞ്ഞുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ വല്ല ഇത് വല്ല ആയിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എൻ്റെ അത് സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വരുവാണ് ഇന്ന ദിവസം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റർവ്യൂവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ കർത്താവ്, ഇത് ശരിക്കും അമ്മയുടെ ആ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ ആ ഉടമ്പടിയിലൂടെ അതെ എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ ഞാൻ കാണുന്നു. ഞാൻ ആ ദിവസം തന്നെ പോയി. ഞാൻ പോയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലവും എടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കയറി ചെന്നു. അതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് കുറേ എല്ലാം പ്രിപ്പയർ ചെയ്തു. എനിക്കിപ്പോൾ കുറേ നാളായി അവരടുത്ത് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ടില്ലാത്തതാണ്. ഇൻ്റർവ്യൂവിനെ പറ്റി ചെറിയ പേടിയുണ്ട്. അപ്പോൾ എന്താണ് അവർ ചോദിക്കുന്നത്, ഡയാലിസിസ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആകപ്പാടിങ്ങനെ വിഷമത്തിലായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മാഡത്തിന് കൈ കൊടുത്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ തന്നെ വരണമെന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്നോട് എൻ്റെ പേര് ചോദിച്ചിട്ട് നേരെ പുള്ളിക്കാരത്തി എന്നെ ഓറിയൻറ്റേഷൻ ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഓരോന്ന് കാണിച്ച് തരുവാണ്. അതാണ് ഇതിങ്ങനെ പറയുന്നത്. സാധാരണ എല്ലാവരും നമ്മളെ നേരെ നമ്മുടെ റെസ്യൂമി നോക്കും, എവിടെ ജോലി ചെയ്തത്, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് പകരം പുള്ളിക്കാരൻ നേരെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ അറിയിക്കാം. അപ്പോൾ എനിക്കൊരു കുറച്ച് പേർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ല. അപ്പം ഞാനാകെ ഇതായി. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഒരു 3-4 ദിവസത്തിനകം പുള്ളിക്കാർ തന്നെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാവോ, ഇന്ന ദിവസം നിനക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് ഞാൻ ജൂൺ 10-11 ദിവസങ്ങൾ ഉടമ്പടി എടുക്കുന്നു. ജൂലൈ അവസാനം ഞാൻ റെസ്യൂമി ഇടുന്നു. ഓഗസ്റ്റ് 25 എന്നെ ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഡയറക്റ്റ് ഇടപെടലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നാൾ ഒരു ജോലി കയറി ഒരാൾക്ക് വേറൊരു ഫീൽഡിലേക്ക് മാറുക എന്നുള്ളൊരു ഒത്തിരി പാടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും റിക്രൂട്ട്, ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഉടമ്പടിയിലെടുത്ത ഒരു പ്രത്യേകത, എനിക്ക് പരിശുദ്ധ അമ്മ തന്ന ജോലിയാണിത്. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പ്രഖ്യാപിച്ചു. അവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഉടമ്പടി നിന്ന് കഴിഞ്ഞാൽ അമ്മയുണ്ട് മുന്നിൽ. നമ്മൾ അമ്മയുടെ ശക്തമായ കരത്തിൻ കീഴിലാണ് നമ്മളെല്ലാവരും. 1 പത്രോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിങ്കിൽ താഴ്മയോടെ നിൽക്കുക, നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുന്നൊരു വചനം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്ക് കാണും, ഫീൽ ചെയ്യും. അതുപോലെ മക്കൾക്കാണെങ്കിലും അവരെ പറഞ്ഞു കൊടുക്കാനും കൊന്ത പഠിപ്പിക്കാനും, അതുപോലെ എനിക്ക് സൺഡേകളിൽ ജോലി ഇല്ലാത്തത് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. കർത്താവ് മീൻസ് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോയി അവരുടെ കൂടത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതും വലിയൊരു സന്തോഷമായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നു. അതുപോലെ ഒരുപാട് ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉടമ്പടി പത്രം, ഇപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ട്രാവലിൽ തന്നെ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് പത്രം എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് കയറിയ ഒരു മകൻ, ഓട്ടിസം ഉള്ള ഒരു 10-13 വയസ്സുള്ള മകൻ ഇങ്ങനെ ഓടി നടക്കുവാണ്. എവിടെ ചെന്നാലും അവൻ്റെ കൂവലും കരച്ചിലുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, നിൻ്റെ ഇരിക്കുന്ന ഇംഗ്ലീഷ് പത്രം നീ ആ മകൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ മോളോട് പറഞ്ഞ്, ഇതൊരു അത്ഭുതം നടക്കുന്ന പരിശുദ്ധ അമ്മയോട്, ഇത് ഒരു ഹൈദരാബാദിയാണ്. അപ്പോൾ ഞാൻ ആ പത്രം കൊടുത്തു. അതായത് നമ്മുടെ ഉള്ളിൽ വന്ന് അമ്മ പറയും, ഇതേ ഇന്ന ആൾക്ക് ആ പത്രം കൊടുക്കുന്നേ. അപ്പോൾ ആ ഒരു സ്വരം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഒരുപാട് എന്നെ സഹായിച്ചു. കുടുംബത്തെ ചേർത്ത് നിർത്തി നമ്മൾ കുടുംബങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അതുപോലെ ഒരുപാട് എൻ്റെ ഞാൻ നേഴ്സായിട്ട് ജോലി ഞാൻ പറഞ്ഞു, എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞാൽ നമുക്ക് ഒരു ശകല സമയം ജോലി കിട്ടുകയില്ല. അത് പോയിട്ട് അവരടുത്ത് പോയി നിന്ന് നേരെ അവർ ശുശ്രൂഷിക്കാനും, നമുക്ക് ഏടുകൾ ചെയ്യേണ്ട പണികൾ പലപ്പോഴും നമ്മളെടുത്തുകൊണ്ട് അപ്പോഴെല്ലാം പറയും, നീ ഉടമ്പടിയിലാണ്, എൻ്റെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ അവർക്ക് കൃപ കിട്ടുന്ന രീതിയിലാണ്. എൻ്റെ മക്കൾ ഒരു കൊച്ചുമക്കളാണ്.
ഈ 2 കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്ന കുറച്ച് 10-13 വർഷത്തിന് ശേഷം ദൈവം തന്ന 2 ദാനങ്ങളാണ് എനിക്ക് കിട്ടിയ വിശ്വാസം. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് തലമുറാനും അവർക്കും കൃപാസന അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ അമ്മ മാതാവിൻ്റെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിക്കുമ്പോഴത്തേക്കും മോൻ പറയും, അമ്മ ഇത് കൃപാസന. ഞങ്ങൾ പറഞ്ഞു ഇന്ന് രാവിലെ നമ്മൾ ആ പള്ളിയിലാണ് പോകുന്ന, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലും നമ്മളിന്ന്. അതുപോലെ എൻ്റെ മോക്ക് അമ്മയുടെ എണ്ണയിലൂടെ ഈ കൊതു കുത്തി കുഞ്ഞിൻ്റെ മേത്ത് എപ്പോഴും വലിയ ബബിള് പോലെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒരു സ്നാതി വിശ്വാസ പ്രമാണം ചെല്ലിട്ട് പറഞ്ഞു, അമ്മ നാളെ രാവിലെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാട് പോലും അമ്മ കാണിക്കില്ലേ. ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. വളരെ അത്ഭുതമായിട്ട് ഒരു പാട് പോലും ഇല്ലാതെ അമ്മ പൂർണ്ണമായിട്ട് അത് മാറ്റി എന്നുള്ളതാണ് ഒരു കാണപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അത് ഭയങ്കരമായിട്ട് ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ എന്നാണ് സങ്കീർത്തനം 20:4 പറയുന്നത്. ഈ മകൾ ഷെയർ ചെയ്ത പോൾ പള്ളിക്കലും കുടുംബവും ഷെയർ ചെയ്തതും അതുതന്നെയാണ്. ഇവരുടെ ഓരോ ഹൃദയാഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിൽ കാണുന്നത്. അവരുടെ ഉദ്യമങ്ങളിലെല്ലാം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സഫലമാക്കി കൊടുക്കുന്നതായിട്ടാണ് നാം കേട്ടത്. ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ജോലി ലഭിച്ചതും പിന്നീട് ഉടമ്പടി എടുത്തപ്പോൾ പുതുക്കിയപ്പോൾ ഉടമ്പടിയിൽ പ്രൊമോഷൻ ലഭിച്ചതിനും ആയി സാക്ഷ്യം പറയാനാണ് ഈ മകൻ ഇവിടെ നിൽക്കുന്നത്. ഈശോയോടും അമ്മയോടും നമ്മൾ ചേർന്ന് നിന്ന് ഓരോ ആഗ്രഹങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ മകളും പ്രാർത്ഥിച്ചത് അതുതന്നെയായിരുന്നു. ജോലിയിൽ ഒരു ഡയഗ്നോസിസ് ഇൻ്റർവ്യൂവിന് പോയിരുന്നു, ഡയാലിസിസിൻ്റെ ആയിരുന്നു. ആ ജോലിക്ക് പോയപ്പോഴും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ കാര്യത്തിലും നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ടൈം ഷോർട്ടണിങ്ങിൻ്റെ അമ്മ ജൂലൈയിലാണ് ആപ്ലിക്കേഷൻ വെച്ചത് ഈ ജോലിക്ക് വേണ്ടിയിട്ട്. ഓഗസ്റ്റിൽ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് ആ ജോലി നേടിക്കൊടുത്തു. ഓരോ പ്രാവശ്യം 19 വർഷമാണ് ഇവർ അവിടെ താമസിച്ചിരുന്നത്. ജോലിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. 1 മാസത്തിനകം ഉടമ്പടി മാതാവ് നമ്മുടെ കൃപാസന അമ്മ ഇവർക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇവർ പറഞ്ഞത്, മക്കളെ വളർത്തുന്ന രീതിയും, കൊച്ചുമക്കളാണ്, ഇവർക്ക് കുർബാനയും കുമ്പസാരവും ഒക്കെ ഇവർക്കൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു. ഇവർ ജീവിച്ച ഉടമ്പടി ജീവിതം തന്നെയാണ് മക്കൾക്കും ഇവർ ഷെയർ ചെയ്ത ആ വിശ്വാസം പങ്കുവെക്കാനായിട്ട് ഈ അച്ഛനും അമ്മയും നോക്കുന്നത്. മക്കളുടെ ജീവിതത്തിലും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും അവരും അമ്മയെ ഈശോയും അമ്മയെ അടുത്തറിയുവാൻ ആരംഭിക്കുകയാണ്. ഈ കൊച്ചു ജീവിതത്തിലും ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ടേസ്റ്റ് അവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ അച്ഛനും അമ്മയിൽ നിന്നും. നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ബന്ധുക്കാർക്കും നമ്മുടെ സ്വന്തക്കാർക്കും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടത്തിനനുസരിച്ചാൽ ദൈവം അവയ്ക്ക് അനുഗ്രഹം നൽകുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് വയ്ക്കുന്ന ഓരോ പദ്ധതികളിലും ഫലം കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിജയം മനുഷ്യശക്തിയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ ശരിയായ വഴിയിൽ നയിക്കുവാനായി ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ സഹായിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പോൾ പള്ളിക്കലിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഈ ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.